ശാപഗ്രസ്തമായ അന്തരീക്ഷത്തിനകത്ത് ദൈവത്തോടുള്ള ചില തീരുമാനങ്ങളിലൂടെ ദൈവപ്രീതി ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കഥാപാത്രമുണ്ട്. രൂത്ത് എന്ന സഹോദരിയുടെ പേര്. രൂത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്പർ 1, അവളെടുത്ത തീരുമാനം. എന്താ അവിടുത്തെ തീരുമാനം? പ്രതികൂല സാഹചര്യങ്ങളിൽ അവൾക്ക് നവോമിയെ വിട്ടുപോകാൻ ഒരു അനുകൂലമായൊരു ക്രമീകരണം എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭമാണ്. ആ സമയം ബോധപൂർവ്വം നവോമി പറയുക, മക്കളെ വിട്ടു പൊയ്ക്കോ, നിങ്ങളെ ഇഷ്ടമുള്ള റൂട്ടിൽ പൊയ്ക്കോ. കെട്ടിപ്പിടിച്ച അമ്മാവിയമ്മയെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞ ഓർപ്പ അവളുടെ വഴി തിരഞ്ഞെടുത്ത് അവളുടെ ഇഷ്ടത്തിനായിട്ട് നീങ്ങി. രൂത്തോ തൻ്റെ അമ്മാവിയമ്മയോട് പറ്റി നിന്നു, അമ്മാവിയമ്മയുടെ ദൈവത്തോട് പറ്റി നിന്നു. അവൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ് അവളുടെ ലൈഫിലേക്ക് ദൈവപ്രീതിയെ കൊണ്ടുവന്നത്. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദൈവം എൻ്റെ ദൈവം. അങ്ങനെ പറയാമെങ്കിൽ ഈ ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരാൻ പോവാ. കേട്ടോ. എല്ലാം തിരിഞ്ഞു വരും. യെസ്. ഒന്നാമതായിട്ട് അവൾക്ക് ദൈവം കൊടുത്തെന്തോന്നറിയാമോ? ഒരു യവക്കൊയ്ത്തിൻ്റെ ആരംഭം. ചില കൊയ്ത്തിൻ്റെ ആരംഭം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരാൻ പോകും. നമ്പർ 2, ഒരു കൊയ്ത്തിൻ്റെ ആരംഭം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും. നമ്പർ 1 എന്തുവാ? ദൈവസേന എടുത്ത തീരുമാനം. 2, ദൈവം നൽകുന്ന കൊയ്ത്തിൻ്റെ ആരംഭം. 3, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് അവളോട് പ്രീതി തോന്നുന്ന രീതിയിൽ. ഹല്ലേലൂയ, എസ്തേറിന് തോന്നിയതുപോലെ ബോവസിന്റെ വയലിലേക്ക് അവൾ എത്തപ്പെടുകയാണ്. ഭാഗ്യവശാൽ എന്നവിടെ ഒരു പദമുണ്ട്. പക്ഷെ ഭാഗ്യവശാലല്ല, ദൈവത്താൽ എത്തപ്പെടുകയാണ്. അതെ, നീ ദൈവത്തോട് തീരുമാനം പറയുമ്പോൾ ദൈവം നിന്നെ റൈറ്റ് പ്ലേസിൽ കൊണ്ടുവന്നാക്കും. റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ ദൈവം കൊണ്ടുവന്നാക്കും. വിശ്വസിക്കാമോ ഈ ദൂത്? റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ കൊണ്ടുവന്നാക്കും. ബോവസിന്റെ വയല് അവൾക്ക് പരിചിതമൊന്നുമല്ല. കാലപെറുക്കാൻ അവൾ പോയത്. പക്ഷെ ബോവസ് അവളെ കാണുകയാണ്. നിന്നെ കാണേണ്ടവനെ ദൈവം നിന്നെ മുമ്പിൽ കൊണ്ട് കാണിക്കും കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ ഭാവി വിഷയങ്ങളെ ദൈവം എന്നെ കാണിക്കുന്നു കേട്ടോ. യെസ്, നാളുകളായിട്ട് അലയുന്ന ചില വിഷയത്തിനകത്ത് കാണേണ്ടവരുമായിട്ട് നീ കാണാൻ പോവാ. കണ്ടുമുട്ടേണ്ട വ്യക്തികളുമായിട്ടൊരു കണ്ടുമുട്ടൽ ദൈവം നിനക്ക് തരാൻ പോവാ. ഹൃദയത്തിനകത്ത് പീസേകുന്ന രീതിയിൽ, മനസ്സിന് കുളിർമയുണ്ടാകുന്ന രീതിയിൽ, ദൈവിക വാക്തത്വ നിവർത്തി സംഭവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ തിരിഞ്ഞു വരാൻ പോവാ. ചിലതൊക്കെ നിനക്ക് അനുകൂലമായിട്ട് വരാൻ പോവാ കുഞ്ഞെ. നമ്പർ 4, ആ നിലത്തിൻ്റെ ഉടമയായിട്ട് രൂത്ത് മാറ്റപ്പെടുകയാണ്. നമ്പർ 5, അവൾക്ക് വേണ്ടി ബോവസ് ചില ത്യജിക്കുകയാണ്. നമ്പർ 6, ദാവീദിൻ്റെ വലിയ അമ്മച്ചിയായിട്ട് ഈ രൂത്ത് മാറുകയാണ്. നമ്പർ 7, ആ രൂത്തിലൂടെ യേശുവിൻ്റെ ജനനത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. എടുത്തതെന്തുവാ? നിന്റെ ദൈവം എൻ്റെ ദൈവം. ആ തീരുമാനത്തെ സ്വർഗം അങ്ങ് മാനിച്ചേട്ടോ. ദാവീദ് രാജാവിൻ്റെ വലിയ അമ്മച്ചിയായിട്ട് ഈ രൂത്ത് മാറാനിടയായിത്തീർന്നു. ഓർപ്പയുടെ പേരൊന്നും പിന്നെങ്ങില്ല. ഓർപ്പയുടെ ചരിത്രമേ പിന്നെ അവിടെ തീർന്നു. പക്ഷെ ദൈവത്തോടൊപ്പം ഒരു ചരിത്രം ആരംഭിച്ച സഹോദരിയുടെ ചരിത്രം ഇന്നും നമ്മളിലൂടെ തുടരുന്നു. അങ്ങനെയാണെങ്കിൽ ഗൗരവത്തോടെ ചില സന്ദർഭങ്ങളിൽ ദൈവാത്മപ്രേരിതമായി ഞാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരും, സ്ഫോടനാത്മകമായ ദൈവപ്രവൃത്തി കൊണ്ടുവരും. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ചലനങ്ങളെ സൃഷ്ടിക്കും. ആ ദൈവരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ആഴമേറിയ ചിന്തകൾ വളരെ ശാന്തമായിട്ട് ഗൗരവത്തോടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന റോങ് ഡിസിഷനുകളിലൂടെ സംഭവിച്ച സകല ദുരന്തങ്ങളിൽ നിന്നും കരകയറ്റപ്പെട്ട് നല്ലൊരു ഭാവിയിലേക്ക് അവരെത്തപ്പെടുവാൻ റൈറ്റ് ടൈമിൽ റൈറ്റായിട്ട് എടുക്കുന്ന ഡിസിഷനിലൂടെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശരീര സംബന്ധമായിട്ടൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്നല്ലോ, ഇപ്പോൾ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. മഹത്വം ബഹുമാനം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23.
ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.